മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. സിറ്റിയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഐസിയുവിന് മുമ്പിൽ ഓടിക്കതച്ചെത്തുമ്പോൾ അശോകിന് തന്റെ കാലുകൾക്ക് വേഗതയില്ലെന്ന് പോലും തോന്നി. ഐസിയുവിലേക്ക് ഇടിച്ചേറാൻ ശ്രമിക്കുന്നവനെ ഡോക്ടേഴ്സും നേഴ്സും റെഡിയാനും കഴിയുന്നത്രയും പിടിച്ചു നിർത്തി. അവന്റെ ആ ശബ്ദം ആ ഹോസ്പിറ്റലിൽ ഒന്ന് കിടുക്കി. അശോക്, വാട്ട് ആർ യു ഡൂയിങ്? അശോക്, ദിസ് ഇസ് ആൻ ഹോസ്പിറ്റൽ. ഡോണ്ട് ഫോർഗെറ്റ് യുവർ സെൽഫ്. റെഡ്ഡി അവനെ പിടിച്ചു മാറ്റിയെത്തിക്കൊണ്ട് പറഞ്ഞു. ഐ നോ മിസ്റ്റർ റെഡ്ഡി, അകത്ത് കിടക്കുന്ന നിങ്ങൾക്ക് ആരുമായിരിക്കില്ല. എന്നാൽ എനിക്കങ്ങനെയല്ല. അവൻ എന്ത് സംഭവിച്ചാലും വേദനിക്കുന്ന എനിക്കൂടെയാ. ഒരു കൂടപ്പിറപ്പിനപ്പുറം അവൻ എനിക്ക് ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല റെഡ്ഡി. അശോക്, താൻ പറയുന്നില്ല എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പൊ താൻ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യുക അശോക്. റെഡ്ഡിയാർ പറയുമ്പോൾ തന്റെ മിഴികൾ ഇറുകിയടച്ച് ഒരു നിമിഷം മൗനമായി നിന്നു അവൻ. റെഡ്ഡിയാർ അവന്റെ ഷോട്ടിലൊന്ന് തട്ടി. ഇതെന്റെ വീട്ടിൽ വെച്ച് ഒരുക്കിയ കെണിയാണെങ്കിൽ താൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടോ. ഇത് ചെയ്തവൻ ആരായാലും ഇനി അവൻ പുറലോകം കാണില്ല. ഇത് ഈ റെഡ്ഡിയന്റെ ഈ മിത്രത്തിന് നൽകുന്ന വാക്കാ. തനിക്കറിയാലോ, ഈ റെഡ്ഡിയാർ പാലിക്കുമെന്ന് ഉറപ്പുള്ള വാക്കുകളെ നൽകാറുള്ളൂ അശോക്. ഉറപ്പോടെ റെഡ്ഡിയാർ പറയുമ്പോൾ അശോകിന്റെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ അടച്ചു നിൽക്കുന്നവന്റെ നാഡീഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. വെളുത്തവന്റെ ശരീരത്തിൽ അവന്റെ നാഡീഞരമ്പുകൾ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഓരോ ഭാവങ്ങളും കാണുന്ന റെഡ്ഡിയുടെ മനസ്സിൽ പോലും ഒരു നിമിഷം ഭയം നേളിച്ചു. അല്പം കഴിഞ്ഞതും അവന്റെ മിഴികൾ വലിച്ചുറക്കുമ്പോൾ ആ കണ്ണുകളിൽ ഒരു അഗ്നിഗോളം കത്തി ജ്വലിക്കുന്നുണ്ടായിരുന്നു. കൺമുന്നിൽ കാറിനടുത്തുനിന്ന് പരിങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും തന്നെ കണ്ടപ്പോൾ അവിടുന്ന് വേഗം പരിങ്ങിപ്പോകുന്ന ശിവയുടെ മുഖം അവന്റെ മുന്നിൽ മിന്നിമറഞ്ഞു. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവൻ പതിയെ മന്ത്രിച്ചു. ശിവാങ്കി, തെറ്റ് ശിവ, നീ ചെയ്ത വലിയ തെറ്റ് ശിവ. ഈ അശോകിന്റെ മുന്നിൽ എത്തിപ്പെട്ട നിമിഷത്തെ പോലും നീ ശപിക്കുന്ന ദിവസം വന്നു ചേരും ശിവ. നീ കാരണം എന്റെ സരസ് എത്രമാത്രം വേദന അനുഭവിക്കുന്നു, അതിനേക്കാൾ 100 ഇരട്ടി നീ കരയും. അവളുടെ മുഖമോർത്തുകൊണ്ട് തന്നെ സ്വയം ഓരോന്ന് പുലമ്പിക്കൊണ്ടിരുന്ന അശോക്. ആ രാത്രി ഏറെ വൈകിട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല ശിവയ്ക്ക്. എന്തോന്ന് തന്നെ പിടിമുറുക്കും പോലെ. ഏറെ നേരം ബാൽക്കണിയിൽ നിന്ന് സമയം ചെലവഴിച്ചവൾ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കൂട്ടുകാരുടെ നിർബന്ധത്തിൽ അവൾ അല്പം കഴിച്ചെന്ന് വരുത്തി എണീറ്റു. ശിവ, നീ ഡള്ളാവല്ലേ? പിന്നെ എനിക്ക് രാവിലെ ആരതി വിളിച്ചിരുന്നു മിഥുൻ പറയുമ്പോൾ എന്താണ് പറയാൻ പോകുന്നതെന്ന വേവലാതിയോടെ അവനെ നോക്കി ശിവ. ഇന്നലെ തന്നെ എൻ്റെ അമ്മ വീട്ടിലെ CCTV ചെക്കിങ് നടത്തിയിരുന്നു. ആരതി പറയുന്നത് ഏകദേശം നമ്മൾ പോരാൻ തുടങ്ങുന്ന സമയത്തിന് കുറച്ചു മുമ്പായി തന്നെ പാർക്കിങ്ങിലെയും പുറത്തെയും എല്ലാ CCTV ക്യാമറയും ഓഫ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഇത്രയും സെക്യൂരിറ്റി ഉള്ളപ്പോൾ എങ്ങനെയാ ഇതൊക്കെ ആര് ചെയ്തെന്നാ മനസ്സിലാവാത്തത്? മിഥുൻ, സരസിനെ കുറിച്ചുള്ള വിവരവും ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാ ശിവ. പിന്നെ അശോക് ഹോസ്പിറ്റലിൽ ഒരുപാട് വയലന്റ് ആയിരുന്നൊക്കെ അമ്മാവൻ പറഞ്ഞു. മാത്രമല്ല ഇവിടുത്തെ ചികിത്സ അവന് തൃപ്തിയില്ലെന്ന് പറഞ്ഞ് സരസിനെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുക. മിക്കവാറും ഹൈ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് തന്നെ കൊണ്ടുപോകും. അവൻ്റെ വീട്ടിലൊക്കെ വിവരറിഞ്ഞ എല്ലാവരും ആകെ സീന, പ്രത്യേകിച്ച് അവിടെ ഗ്രാൻഡ്മയും അമ്മയും പപ്പയും. അയാളിതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളു എന്നാ. മക്കളെന്ന് വെച്ചാൽ അത് കഴിഞ്ഞേ ഉള്ളൂ, അവരുടെ പപ്പയ്ക്ക് മറ്റെന്തോ. മിഥുന്റെ വാക്കുകളെല്ലാം ശിവയിൽ വീണ്ടും വേദനയുടെ ആഴം കൂട്ടി. ശിവ, നീ ഇതോർത്ത് സങ്കടപ്പെടണ്ട. നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. സത്യത്തിൽ നീ പറഞ്ഞ പോലെ ടുട്ടു ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ സരസിനൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ നമ്മളോട് എതിർക്കുന്ന പോലെ മറ്റാരുടെയും പോയി ചാടി കയറി കാണും. അതുകൊണ്ട് ആരെങ്കിലും കൊടുത്ത പണിയാവാനാണ് സാധ്യത. പാവം, അതിൽ നിരപരാധിയായ അശോകിന്റെ ഏട്ടൻ സരസ് വീണുപോയി, അത്ര തന്നെ. ശരിയായിരിക്കും വരും, പക്ഷെ എന്തോ മനസ്സ് വല്ലാതെ ഇടറുന്ന പോലെ. അതെന്തുകൊണ്ടാണെന്ന് അറിയോ ശിവ? നിനക്ക് സ്നേഹിക്കാനേ കഴിയും. ചെറിയ കുസൃതിയെ കാണിക്കെങ്കിലും നിനക്ക് ആരെയും വെറുക്കാൻ കഴിയാറില്ല. അങ്ങനെ വെറുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നീ എന്നോ നിന്റെ അമ്മായി വെറുക്കണം. അത് നീ പറഞ്ഞ ശരിയാ. ഇവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാ ഇത്രയൊക്കെ അവളോട് ചെയ്ത് അവർ ഓർത്ത് വിഷമിക്കുന്നത്. അരുണും ജൂയും പറയുന്ന കേട്ട് ശിവ എന്നും മിണ്ടിയില്ല. അവൾക്കൂടെ ശിവ, നിങ്ങളൊരു തെറ്റും ചെയ്തില്ല. പിന്നെന്താ? നീ പറ ശിവ, ഇനി എന്താ പ്ലാന്? മിഥുൻ അവളെ നോക്കിക്കൂടെ ചോദിച്ചു. ശിവ എല്ലാരെയും നോക്കി. അരുൺ, കാർത്തി, ജൂഹി, റിതി, നമുക്ക് തിരിച്ചു പോവാം. ശിവ, നീ എന്നോട് പറയുന്നേ? അതേടാ, എനിക്ക് കുറച്ച് ദിവസത്തേക്കൊന്നും സന്തോഷിക്കാൻ കഴിയും തോന്നില്ല. ഇപ്പൊ തന്നെ മനസ്സാകെ എന്തോ പോലെയാ. ശിവ പ്ലീസ് ജൂഹി, എനിക്കറിയാം അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്ത് നടക്കാൻ ഈ 2 ദിവസം നമ്മൾ ആഗ്രഹിച്ച. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചാലും ഇപ്പം എനിക്കതിന് കഴിയും തോന്നുന്നില്ല. എന്നാ വേണ്ട, നമുക്ക് തിരികെ പോവാം. ജൂയി മറുത്തൊന്നും പറയാതെ ആൾ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശരിയാ ശിവ, ജൂയി പറഞ്ഞ പോലെ നമുക്ക് പോവാം. നീ ഹാപ്പി അല്ലെങ്കിൽ ഒന്നിനും ഞങ്ങൾക്കൊരു മൂഡുണ്ടാവില്ല. നമുക്കിതുപോലെ വല്ല കല്യാണക്കാരും പറഞ്ഞ അമ്മയെ പറ്റിച്ച് പിന്നെ ഒരു ദിവസം ഇറങ്ങാന്നേ. അരുൺ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. മിഥുൻ, താങ്ക്സ് ഡാ ഞങ്ങളുടെ കൂടെ ഉണ്ടായതിന്. ഇടയ്ക്കൊക്കെ നിന്നെ വിളിക്കാം. ഞങ്ങളെന്തായാലും ഇന്ന് തന്നെ തിരിക്കുക. ഇനി ശിവയെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ ഇത്രയൊക്കെ ചെയ്തതുകൊണ്ട് ക്ഷമിക്കാനുള്ള മനസ്സും ആരോഗ്യത്തെ സങ്കടപ്പെടാനൊക്കെ നിനക്കേ കഴിയും ശിവ. ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് ഉള്ളതിൽ നിങ്ങൾ ശരിക്കും ലക്കിയാണ് ഗൈസ്. മിഥുൻ എല്ലാവരെയും നോക്കി പറഞ്ഞു.
നിങ്ങൾ പോകാൻ തീരുമാനിച്ചു പിന്നെ നിങ്ങൾ ഞാൻ ബസ് കയറ്റിയിട്ടേ പോകുന്നുള്ളൂ. ഏതായാലും നിങ്ങൾ ചെന്ന് റെഡിയാവും. ഓക്കേടാ. ജൂയി, നിങ്ങളെല്ലാം പാക്ക് ചെയ്തോ. നമുക്ക് പോണേ അധികം വൈകണ്ട. ഇപ്പോൾ പോയ രാത്രി വീട്ടിലെത്താം. ഓക്കേടാ, അങ്ങനെ ആവട്ടെ. ശിവ വാ. ജൂയി അവരെയും വിളിച്ച് റൂമിലേക്ക് പോയി. അല്പനേരത്തിനുള്ളിൽ തന്നെ എല്ലാവരും ബാഗെല്ലാം റെഡിയാക്കി പോകാൻ തയ്യാറായി. ശിവ പുറത്തേക്ക് ഗാർഡനടുത്തേക്ക് ചെന്നു. ഫോണെടുത്ത് തിരികെ വരുന്ന വിവരം മാമയെ വിളിച്ച് പറയാനായി നമ്പർ ഡയൽ ചെയ്തു. മേശപ്പുറത്തുനിന്ന് ഫോൺ റിങ്ങിന്ന് ശബ്ദം കേട്ട് ശരണ്യ ഫോൺ എടുത്തു. ഹലോ ശിവേച്ചി. ആ മോളെ, അച്ഛനെവിടെ? അച്ഛൻ കുളിക്കേച്ചി. ആ എന്നാ അച്ഛനോട് പറയണേ, ഞങ്ങൾ ഇന്നലെ ഇവിടെ തിരിക്കും, രാത്രിയേക്കും തിരിച്ചെത്തുന്നു. ശിവ പറയുന്ന കേട്ട് ശരണ്യ ദുർഗ വരുന്നുണ്ടോന്ന് ചുറ്റും കണ്ണോടിച്ചു. എന്ത് പറ്റി ശിവേച്ചി, 2 ദിവസം കഴിഞ്ഞ് എത്തുമെന്ന് പറഞ്ഞിട്ട്? ഏയ് ഒന്നുമില്ല ശരണി, ഞങ്ങൾ തിരികെ വരാമെന്ന് കരുതി. എന്തേച്ചി, ബാംഗ്ലൂർ ഇത്ര പെട്ടെന്ന് മടുത്തോ? ഒരു ചിരിയോട് അവൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ശിവ. മോളെ, അച്ഛനോട് പറയണേ. ആ പറയേച്ചി. ചേച്ചി, ചേച്ചിക്ക് എന്തെങ്കിലും വയ്യായിക്കണ്ടോ? ശബ്ദം വല്ലാണ്ടിരിക്കുന്നു. ഏയ് ഒന്നുമില്ല, ഒരു ചെറിയ കോൾഡ്. ആ ചുമ്മാതല്ല, ചേച്ചി പെട്ടെന്ന് തിരികെ വരുന്നു എന്ന് പറഞ്ഞ്. ശരി ചേച്ചി, അച്ഛൻ കുളി കഴിഞ്ഞിറങ്ങിയാൽ പറയാം. യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണേ ചേച്ചി. നമ്മുടെ ശങ്കരൻകുട്ടി എന്ന് പറയുന്നു, ബാംഗ്ലൂരെ കണ്ട് മതിവർ നിൽക്കാവല്ലേ ചേച്ചി? വിശേഷമൊക്കെ ചേച്ചി വന്നിട്ട് പറയാം മോളെ. എന്നാ വെക്കട്ടെ? ഓക്കെ ചേച്ചി. ഒരു ചിരിയോടെ തന്നെ പറഞ്ഞ് ശരണ്യെ കോൾ കട്ട് ചെയ്ത് ഫോൺ മേശപ്പുറത്തേക്ക് വെച്ച് തിരിഞ്ഞു. അഗ്നി എരിയുന്ന കണ്ണുകളോടെ വാതിൽ ചാരി അവളെ നോക്കും ദുർഗയെ കണ്ടതും ശരണ്യ ആകെ വിളറി വെളുത്തു. അമ്മേ. ഇടറി വിളിക്കുന്നവരുടെ മുന്നിലേക്ക് മിഴികളൊന്ന് ചിമ്മാ തുറിച്ച് നോക്കിക്കൊണ്ട് വന്നു ദുർഗ. പറയടി, ശിവ എവിടെയാ ഉള്ളത്? അത് അമ്മയ്ക്ക് അറിയാവുന്നല്ലേ, എറണാകുളത്ത്. ശിവേച്ചിയെ വിളിച്ച് ചേച്ചി ഇന്ന് രാത്രി തന്നെ എത്തുന്ന പറഞ്ഞ്. പെട്ടെന്ന് അമ്മയുടെ കൈയൊന്ന് ഉയർന്നു താഴ്ന്നു. കിട്ടിയടിയിൽ ശരണ്യെ കവിൾ പൊത്തി പിടിച്ച്. മോത്ത് പോയി കള്ളം പറയുന്നോടി, അത് നിന്റെ അമ്മയാ എന്നോട്. അമ്മേ വേണ്ട, ഇനിയൊന്നും പറയണ്ട. നിനക്കും നിന്റെ അച്ഛനും എല്ലാം അറിയാം, ഞാൻ മാത്രം നിങ്ങൾക്കിടയിൽ ആരും അല്ലാത്ത. അമ്മ അങ്ങനെയൊന്നും അല്ല. എന്തല്ലാന്ന്? വരട്ടെ, ആള് വരട്ടെ. അതുവരെ ഈ കാര്യം എനിക്കറിയാന്ന് നീ നിന്റെ അച്ഛനോട് അവളോടോ പറഞ്ഞു പോയാ. അമ്മേ മിണ്ടരുത്, പറഞ്ഞു ഓർമ്മയിലുണ്ടായാൽ മാത്രം മതി. ഈ കാര്യം എനിക്ക് അറിയില്ലെന്ന് തന്നെ അവർ കരുതാൻ പാടുള്ളൂ. അമ്മേ, ചേച്ചി പാവാമ്മേ. പിന്നെ ഞാൻ പറഞ്ഞ സത്യ, ചേച്ചി രാത്രി എത്തും, അത് പറയാൻ വിളിച്ചത് അച്ഛനെ. അറിയാം, നീ പറയുന്നൊക്കെ ഞാൻ കേട്ടു. വരട്ടെ. ദേഷ്യത്തോടെ വലിഞ്ഞു മുറിയ മുഖത്തോടെ ദുർഗമുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശോ, എൻ്റെ ഈശ്വര, ഇനി ചേച്ചി വന്നാൽ എന്തൊക്കെയാ നടക്കുക? പാവം ശിവേച്ചി, എൻ്റെ അശ്രദ്ധ കൊണ്ടാ ഇത്. അപ്പോഴാണ് ബാത്റൂം ഡോറൊന്ന് സത്യൻ പുറത്തേക്ക് ഇറങ്ങിയത്. അച്ഛാ. നിറഞ്ഞ മിഴികളോടെ വിളിക്കുന്നവളെ കണ്ട് സത്യൻ സംശയത്തോടെ നോക്കി. എന്താ മോളെ? അച്ഛാ, അമ്മ. എന്താ അമ്മയ്ക്കെന്താ? അതല്ല അച്ഛാ. സത്യനെ നോക്കി ഉണ്ടായതെല്ലാം പറഞ്ഞു ശരണ്യ. എന്താ മോളെ ഇനി ചെയ്യാ? ഇളകിയ ഭദ്രകാളിയാ നിന്റെ അമ്മ. ഇന്ന് അവള് തിരിച്ചു വരും. ഈ നിമിഷം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അവള് വരുമ്പോ എന്തൊക്കെയാ കാണിച്ചുകൂട്ടുമെന്ന് ദൈവത്തിന് നിന്റെ അമ്മയ്ക്ക് മാത്രമേ അറിയൂ. അച്ഛാ. ആ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. ഏതായാലും ശിവ വരട്ടെ, ഞാൻ ദേവനെ ഒന്ന് വിളിക്കട്ടെ. പറഞ്ഞുകൊണ്ട് സത്യം ഫോൺ എടുത്ത് ദേവനെ നമ്പറിലേക്ക് വിളിച്ചു. തിരികെയുള്ള യാത്രയിലൊക്കെയും ശിവയുടെ മനസ്സ് മുഴുവൻ അശോകിലും സരസിലുമായിരുന്നു. ശിവ. കാർത്തിയുടെ വിളിയാണ് ശിവയെ സ്വഭാവത്തിലേക്ക് എത്തിച്ച്. അവന് നോക്കിയൊരു ചെറിയ ചിരിയോടെ മൂളിയവൾ. ശിവൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കാർത്തിക പറയുന്ന കേട്ട് ചോദ്യഭാഗത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി ശിവ. വേറൊന്നുമില്ല, എൻ്റെ ഒരു സംശയം. നിനക്ക് അശോകിനോട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് തോന്നിയോ? ഏയ് ഇല്ല. എന്താ കാർത്തികനെ ചോദിച്ചേ? ഏയ് ഒന്നുമില്ല ശിവ, നിനക്ക് അശോകിനോട് ഇത്ര ക്ഷമിക്കാനോ അതുപോലെ അവരോർത്ത് നീ ഇത്രമാത്രം വേദനിക്കുകയും ചെയ്യുന്നുണ്ട് ചോദിച്ചതാ. നീ പറഞ്ഞ ശരിയാ കാർത്തി, പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അശോകിനോട് എത്രയൊക്കെ ദേഷ്യവും പകയും തോന്നിയിട്ടുണ്ടെങ്കിലും എന്തോ പെട്ടെന്ന് ഇത് കേട്ട ഷോക്കാണോന്നറിയില്ല, അവരോർത്ത് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് കാർത്തി. ശിവ. അറിയില്ല, അത് എന്തുകൊണ്ടാണെന്ന് മാത്രം എനിക്കറിയില്ല കാർത്തി. ഒന്ന് മാത്രമേ എനിക്കറിയൂ, സരസിനൊന്നും സംഭവിക്കരുതെന്ന് എൻ്റെ മനസ്സ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ഈ അവസ്ഥ തരണം ചെയ്യാൻ അശോകിന് ദൈവം ക്ഷമ നൽകണേന്ന് പറഞ്ഞു തീരുമ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ മിഴിനീർ കാർത്തിയുടെ കൈകളിലേക്ക് ഇറ്റു വീണിരുന്നു. ആദ്യമായുള്ള ശിവയുടെ ഈ ഭാവം പകപ്പോടെ നോക്കി നിന്നു കാർത്തി. രാത്രി ഏകദേശം ഒരു 10 മണി ആവാറായപ്പോഴാണ് അവർ തിരിച്ച് നാട്ടിലെത്തിയത്. ബസ് ഇറങ്ങി തിരിഞ്ഞതും കണ്ടു തങ്ങളെ കാത്തു നിൽക്കുന്ന ദേവേട്ടനും സത്യഭാമയും. ആ മാമ നേരത്തെ എത്തിയോ? ഇല്ല മോളെ, ഇപ്പൊ എത്തിയുള്ളൂ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല മാമേ. ഡാ ശങ്കര, ചേച്ചിയുടെ കൂടെ അടിച്ചു വിളിച്ചോടാ. അടിപൊളിയായിരുന്നു അച്ഛാ. ആ അല്ല, മോൾക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ? എനിക്കോ? ഏയ് ഇല്ല മാമ. ആ അല്ല, മോളുടെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. അത് ചെറിയൊരു കോൾഡ് ഉണ്ടായിരുന്നു, ഇന്നലെ അതിന്റെ ക്ഷീണാവും മാമി. എന്നാ അതായിരിക്കും. മോളുവാ. അല്ല, ഇവരിനി എങ്ങനെയാ പോകുന്നത്? ഈ കാറിൽ എല്ലാവരും കൂടെ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ വേണമെങ്കിൽ ഞങ്ങളൊരു ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, വണ്ടിയുണ്ട്. പിന്നെ ഇവിടെ കസിൻസൊക്കെ പുറത്തുണ്ട്.
അവരുടെ കൂടെ പോകും. അരുൺ സത്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ അത് ശരി, എന്നാ വൈകണ്ട, ഇപ്പൊ തന്നെ മണി 10 കഴിഞ്ഞു. ഓക്കെ അങ്കിൾ. ഏയ് ദേവൻ ബൈ. പുറകിൽ നിൽക്കുന്ന ദേവനെയും നോക്കി എല്ലാവരും ബൈ പറഞ്ഞു. ശിവയോടും ശങ്കരനോടും ഒന്നുകൂടെ യാത്ര പറഞ്ഞ് തിരിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു മാമയുടെ മോളുടെ ബാംഗ്ലൂർ ഡേയ്സ്? അതൊക്കെ പറയാം മാമി, ഒരുപാടുണ്ട്. പറയുമ്പോൾ അവരുടെ മുഖത്ത് വലിയ സന്തോഷം കാണാൻ കഴിഞ്ഞില്ല സത്യന്. എന്തു പറ്റി മോളെ, ഒരു സന്തോഷമില്ലാത്ത പോലെ? ഏയ് അങ്ങനെയൊന്നുമില്ല മാമി, ക്ഷീണം കൊണ്ട് ആകെ ഒരു മുശ്ചില്, അതാ. എന്നാ വാ വേഗം പോവാം. ശങ്കര വേഗം കാറിൽ കയറ്. സത്യൻ ഇരുവരോടായി പറഞ്ഞു. ശിവ കാറിൽ കയറാൻ നിന്നും അവളുടെ കയ്യിൽ നിന്ന് ദേവൻ ബാഗ് പിടിച്ചു വാങ്ങി. ശിവ, തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ദേവന്റെ ചോദ്യം കേട്ട് ഒരു വാടിയ പുഞ്ചിരി നൽകി ഇല്ലെന്ന് തലയാട്ടി. ശേഷം ഒന്നും മിണ്ടാതെ കാറിലേക്ക് കയറി. മോളെ നീ പേടിക്കൊന്നും വേണ്ട, ചിലപ്പോൾ അവള് 2 വഴക്ക് പറയും. ഒന്നും പറയാൻ പോണ്ട. ശരണ്യ മോളാകെ ടെൻഷനായിട്ടിരിക്കുക. നിന്നോട് സംസാരിക്കുന്നതൊക്കെ ദുർഗ കേട്ടതിന്റെ ഷോക്കിലാവളിപ്പോഴും. അവൾക്ക് തീരെ ബോധമില്ല അച്ഛാ. അമ്മ വരുന്നത് ശ്രദ്ധിക്കണ്ടേ? എന്തിനും ശിവേച്ചിക്ക് പറയേണ്ടി വരില്ല. ശിവേച്ചിക്ക് മാത്രമല്ല എനിക്കും കിട്ടും. ശങ്കരൻ പേടിയോടെ പറഞ്ഞു. സത്യൻ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും അവളൊന്നും മുഖവിലക്ക് എടുത്തിരുന്നില്ല. അവളുടെ മനസ്സപ്പോഴും വേറെ പല വഴികളിലൂടെയുമായിരുന്നു. മിററിലൂടെ ശിവയുടെ മുഖത്തേക്ക് നോക്കുന്ന ദേവന് അവളുടെ ഇരുത്തത്തിൽ എന്തോ പന്തിയേട് തോന്നി. എങ്കിലൊന്നും ചോദിക്കാൻ നിന്നില്ല അവൻ. അല്പം നേരത്തെ യാത്ര കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് എത്തി. പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും ശരണ്യ വേവലാതിയോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. തനിക്ക് മുന്നേ അവിടെ ഉമ്മർത്ത് സ്ഥാനം പിടിച്ചു നിൽക്കുന്ന ദുർഗയെ കണ്ടതും ശരണ്യ കൈകൾ ദാവണി തുമ്പിൽ ചുറ്റിക്കൊണ്ട് നോക്കി ദുർഗയെയും കാറിലേക്കും. കാറിൽ നിന്നിറങ്ങിയതും മുന്നിൽ തന്നെ നോക്കി ദയിപ്പിക്കാനെന്നോണം തുറിച്ചു നോക്കുന്ന ദുർഗയെ കണ്ട് സത്യന്റെയും ശങ്കറിന്റെയും മുഖത്തേക്ക് നോക്കിയവൾ. സത്യൻ കണ്ണിറുക്കി കാണിച്ചതും ദേവന്റെ അടുത്തു നിന്നും ബാഗ് വാങ്ങി അതും കൊണ്ട് മുന്നോട്ട് നടന്നു. അച്ഛാ, അമ്മയുടെ മുഖത്തൊരു ആറ്റം ബോംബ് ഒരുക്കി വെച്ച പോലെ ഉണ്ടല്ലോ അച്ഛാ. മിണ്ടാണ്ടിരിക്കണ ശങ്കരക്കുട്ടി, ഇല്ലെങ്കിൽ ആ ആറ്റം ബോംബ് ഇപ്പൊ നിന്റെ തലയിൽ പൊട്ടിത്തെറിക്കും. സത്യൻ ശങ്കരനെ നോക്കി പതിയെ പറഞ്ഞു. അമ്മായി എല്ലാം അറിഞ്ഞു എന്നുകൊണ്ട് തന്നെ തെറ്റിയത് കുറ്റവാളിയെ പോലെ തല താഴ്ത്തി അവരുടെ മുന്നിലേക്ക് ചെന്നു. പതിയെ മിഴികൾ ഉയർത്തി ദുർഗയുടെ മുഖത്തേക്ക് നോക്കി ശിവ. അമ്മായി. ഒരു ചെറുസിരി മുഖത്ത് വരുത്തി തീർത്ത് വിളിക്കാൻ തുടങ്ങിയതും ഞൊടിയിൽ തനിക്ക് നേരെ വരുന്ന കൈ കണ്ടവൾ മുഖം തിരിച്ചു. അമ്മായിയുടെ കരങ്ങൾ തന്റെ കവിളിൽ പതിഞ്ഞില്ലെന്ന് കണ്ടതും പതിയെ തലയരിച്ച് നോക്കിയവൾ. തനിക്ക് നേരെ ഉയർത്തി അമ്മായിയുടെ കയ്യിൽ പിടിമുറുക്കി അമ്മായിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ദേവനെ കണ്ട് പകപ്പോടെ നോക്കി ശിവ. വേണ്ട ദുർഗാമ്മേ, അവൾ അമ്മായിയോട് പറയാതെ പോയ തെറ്റ് തന്നെയാ. പക്ഷേ അത് അമ്മായി സമ്മതിക്കില്ലെന്ന് ഒറ്റ പേടിയുണ്ടാകും. പിന്നെ അമ്മായിയുടെ വഴക്ക് കേൾക്കേണ്ടി വരുന്ന എഴുതി. ഞാൻ പറഞ്ഞ സത്യമാണെന്ന് അമ്മായി തന്നെ നീ ചിന്തിച്ചു നോക്ക്. മാമിയുടെ ഇവരോട് മാത്രമല്ല എന്നോടുകൂടെ പറഞ്ഞിട്ടാ ശിവ അവരോടൊപ്പം പോയത്. ദേവൻ പറയുമ്പോൾ വിടുന്ന കണ്ണുകളോട് അവൻ നോക്കി ദുർഗ. ശേഷം ദുർഗ ശിവയുടെ മുഖത്തേക്ക് നോക്കി. എന്നോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടാ നീ ഇവിടുന്ന് പോയത്. എന്നാൽ ഇപ്പൊ എന്റെ മുഖത്ത് നോക്കി സത്യം പറ. ഇവനറിയായിരുന്നോ നീ ബാംഗ്ലൂരിലേക്ക് പോകുന്നെന്ന്? ശിവ ദുർഗയുടെ മുഖത്തേക്ക് നോക്കി. ശേഷം ദേവന്റെ. അവന് നോക്കാനല്ലേ പറഞ്ഞ്, എന്റെ മുഖത്തേക്ക് നോക്കി പറ ശിവ. അറിയാം, ദേവേട്ടനറിയാം. ദേവേട്ടനും മാമിയും തന്നെയാ ബാംഗ്ലൂരിലേക്ക് ബസ് കയറ്റിയതെല്ലാം. ശിവ ദുർഗയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ദുർഗയുടെ മനസ്സ് പതിയെ ശാന്തമായി. കയറിപ്പോകത്തേക്ക് ശിവയെ നോക്കി ദുർഗ പറഞ്ഞു. ശിവ അവരെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അമ്മേ, ഞാനും കൂടെ. ശങ്കര വിളിച്ചുകൊണ്ട് ചോദിച്ചതും തുറിച്ചൊരു നോട്ടമായിരുന്നു അവനിലേക്ക്. ആ നോട്ടം അത്ര പന്തിയല്ലെന്ന് കണ്ടതും വിളറിയ ഒരു ചിരി നൽകിക്കൊണ്ട് ചേച്ചിയെന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. വേണ്ട ദുർഗാമ്മേ, അവരുടെ പ്രായം അതല്ലേ. പിന്നെ കുറച്ചൊക്കെ ജീവിതത്തിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ നല്ല നിമിഷങ്ങൾ വേണ്ടേ? നല്ല മനസ്സാ മോനെ നിനക്ക്. അവൾ എന്നോട് പറയാത്തിൽ ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പോൾ മോനോട് പറഞ്ഞിട്ടില്ല അവൾ പോയത്. അത് കേട്ടപ്പോൾ സന്തോഷമേ തോന്നുള്ളൂ. ഏതായാലും ഇനിയൊന്നും അധികം വൈകിക്കേണ്ട. തിരുമേനിയെ കണ്ട് മുഹൂർത്തം കുറിക്കണം. സമാധാനമായിട്ട് ഇരിക്കും ദുർഗാമ്മേ. അവൾ പറഞ്ഞല്ലേ അവളുടെ പഠിത്തം തീരട്ടെന്ന്. ഇനി ഒരു 6 മാസം കൂടിയല്ലേ ഉള്ളൂ. അതും കൂടി കഴിയട്ടെ. വിവാഹം കഴിഞ്ഞാലും പഠിക്കാലോ മോനെ. അവൾക്ക് ശരി തന്നെയാ ദുർഗാമ്മേ. എന്നാലും വേണ്ട, അവൾ ആവശ്യപ്പെട്ടല്ലേ, അത് വേണ്ടെന്ന് വെക്കണ്ട. അവൾ ഈ വീട്ടിൽ വന്ന മുതൽ മനസ്സിൽ കൊണ്ടുനടക്കുന്നല്ലേ ഞാൻ. ഇത്രയും കാലം കാത്തില്ലേ, ഇനി ഒരു 6 മാസം കൂടിയല്ലേ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. മോനെ ദേവാ, പ്ലീസ് ദുർഗാമ്മേ, എന്നെ കരുതിയെങ്കിലും അവളോട് ഇതിന്റെ പേരിൽ ദേഷ്യപ്പെടരുത്. അവൾക്ക് നല്ല യാത്രാക്ഷീണമുണ്ട്. പിന്നെ കാറിൽ വെച്ച് അവൾ പറഞ്ഞു അവൾക്ക് നല്ല ചെറിയ പനിയുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ നല്ല ക്ഷീണമുണ്ട്. ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരം ഉണ്ടാവരുത്. ഞാനൊന്നും പറയില്ല. ഇന്നീ ദുർഗ അവൾക്ക് ചിലപ്പോൾ അവളെ ശകാരിക്കുന്ന ഒരു അമ്മായി മാത്രമാവും. എന്നാൽ നിന്റെ കൂടെ ജീവിക്കുമ്പോൾ അവൾ മനസ്സിലാക്കും ഞാൻ അവൾക്ക് നൽകിയത് അവളെ പൊന്നുപോലെ നോക്കുന്ന ആണൊരുത്തൻ്റെ കൂടെയാണെന്ന്. ദേവനൊരു പുൻസിരിയോടെ നോക്കി ദുർഗയെ. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. അയ്യോ നിക്ക്, കഴിച്ചിട്ട് പോവാം മോനെ. ഇല്ല ദുർഗാമ്മേ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഇനി വീട്ടിലെത്തണ്ടേ? എന്നാ പിന്നെ നീ ഇന്നിവിടെ നിൽക്ക് ദേവ. നീ ഇവിടെ താമസിക്കാത്തൊന്നല്ലോ. അവൻ നോക്കിക്കൊണ്ട് പറഞ്ഞ സത്യം. ഇല്ല, അതൊക്കെ പിന്നാവും മാമേ. ഇപ്പൊ ഞാൻ പോട്ടെ, ഞാൻ പിന്നെ വരാം. ദുർഗയോടും ശങ്കരനോട് യാത്ര പറഞ്ഞ് ദേവൻ തിരികെ പുറത്തേക്ക് ഇറങ്ങി കാറിലേക്ക് കയറി. അവൻ പോയതും സത്യനെ തുറച്ചു നോക്കി ദുർഗ. ശേഷം അകത്തേക്ക് പോയി. ചേച്ചി സോറി ചേച്ചി, ഞാൻ അമ്മ വരുന്നുണ്ടോന്ന് ആദ്യം നോക്കിയതാ, അപ്പൊ കണ്ടില്ല.
പിന്നെ ചേച്ചിയോട് സംസാരിച്ച് കോൾ വെക്കുമ്പോഴാ കണ്ടേ. ഏയ് ആന്ന് സാല ശരണ്യ. ഓ എന്തായാലും ദയവായിട്ടുള്ളതുകൊണ്ട് ചേച്ചിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാൻ രക്ഷപ്പെട്ടു അല്ലേ ചേച്ചി? ശങ്കര അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് ബെഡിലായി വെച്ച ബാഗ് തുറന്ന് അതിലെ തന്നെ ഡ്രസ്സെല്ലാം ഓരോന്നായി പുറത്തേക്ക് എടുത്തു. ഏറ്റവും അടിയിലായി താൻ വെച്ച മയിൽപ്പീലി കൂട്ടുകൾ കണ്ടതും അത് കയ്യിലേക്ക് എടുത്തു ശിവ. വാവ് ചേച്ചി, ഇത് എവിടെ നിട്ടി? അടിപൊളി. ശരണ്യ അവളുടെ കയ്യിലെ മയിൽപ്പീലിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് ചേച്ചിക്ക് പറഞ്ഞു വീണപ്പോ കിട്ടിയതാ, ഇപ്പൊ ഇത് ചേച്ചിക്ക് സ്വന്തം. ശങ്കരൻ ചിരിയോടെ പറഞ്ഞു. കൊള്ളാം ചേച്ചി. അതിലേക്ക് നോക്കുമ്പോൾ ശിവയുടെ മനസ്സ് വല്ലാതെ ശാന്തമാവുന്ന പോലെ തോന്നി. അവൾ പോലും അറിയാതെ അവളുടെ ഉള്ളിൽ അശോകിന്റെ മുഖം വന്നു നിന്നു. തലയൊന്ന് കുടഞ്ഞു ആ മയിൽപ്പീലുകൾ ബാഗിലേക്ക് തന്നെ വെച്ചു. ശേഷം ഇരുവരെയും നോക്കി ഞാൻ ഫ്രഷായി വരാമെന്ന് പറഞ്ഞ് ഇടാനുള്ള ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് കയറിയവൾ ഷവറിന് ചുവട്ടിൽ നിന്നും തണുത്ത വെള്ളം തലയിലേക്ക് വീഴുമ്പോഴും എന്തിനെന്ന് പോലും പേരറിയാത്തൊരു നോവ് അവളുടെ മനസ്സിനെ പിടിമുറുക്കിയിരുന്നു. ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു തന്നെ നോക്കി ബെഡിലിരിക്കുന്ന ദുർഗയെ. ഈ പനി പിടിച്ച നേരത്തെ തന്നെ വേണോടി തല നനച്ചുള്ള കുളി, അതും എത്ര നേരായി? ഒരു ശകാരത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മുടി ഒന്നുകൂടെ തോർത്തെടുത്ത് തുടച്ചു കൊടുത്തു. ശേഷം അവളുടെ നെറ്റിയിലും കഴുത്തിലും എല്ലാം ഒന്ന് തൊട്ടു നോക്കി. വലിയ പനിയൊന്നും തോന്നുന്നില്ല. കൈപ്പീൻ വലിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ദുർഗ. ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കിപ്പോയി ശിവ. പാ, നല്ല ചൂട് പൊടിയരി കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കുടിക്ക്. അമ്മായി ഞാൻ വേണ്ട, ഒന്നും കേൾക്കണമെന്നില്ല എനിക്ക്. എന്നോട് പറഞ്ഞില്ലെങ്കിൽ നീ ദേവനോടെങ്കിലും പറഞ്ഞല്ലോ. എനിക്ക് വിലയില്ലെങ്കിലും നാളെ നിന്റെ ഭർത്താവാൻ പോകുന്ന അവനെങ്കിലും നീ പരിഗണിച്ചല്ലോ, അത് മതി. ഇനി ഒരു സംസാരം വേണ്ട, വാ വന്ന് ആ കഞ്ഞി ചൂടാറുമ്പ് കഴിക്കാൻ നോക്ക്. പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ദുർഗ. ഓ എന്റെ ചേച്ചി, അമ്മ ഇവിടെ വന്നിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ കരുതി എല്ലാം തീർന്നെന്ന്. ആ മുഖം കണ്ടപ്പോൾ ചേച്ചിയെ ഞങ്ങളൊക്കെ കടിച്ചീറും തോന്നി. എന്തായാലും അമ്മ പത്തിയെഴുത്തില്ലോ. ചേച്ചി വന്ന് കഞ്ഞി കുടിക്കേ. ദേവേട്ടൻ പറഞ്ഞ പോലെ ചേച്ചിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. മാത്രമല്ല ഇവിടുന്ന് പോയപ്പോൾ ഉത്സാഹമൊന്നുമില്ല, ആകെ എന്തോ പോലെ തോന്നി ചേച്ചിയെ കണ്ടിട്ട്. ശരണ്യ പറയുന്ന കേട്ട് ശിവ പെട്ടിരിക്കുന്ന ശങ്കരൻ നോക്കി. നീ ഒന്ന് പോയി, ശിവച്ചിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ യാത്രാ ക്ഷീണം അതെനിക്കുണ്ട്, നീനൊന്ന് ശരിക്കും നോക്കിക്കേ. ഓ നീ അല്പം ക്ഷീണിച്ചാലും കുഴപ്പമൊന്നുമില്ല ശങ്കര, വന്ന് കഞ്ഞിക്കിനി കാണാൻ ഞാൻ അമ്മ അവിടെ കിടന്ന് കലിതുള്ളാൻ തുടങ്ങും. ശിവ അവളെ നോക്കി ഒരു ചിരിയോടെ ഹാളിലേക്ക് നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.